الحمد لله يحب المحسن من عباده ويضاعف له أجره والثواب. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبد الله ورسوله كان أنفع الخلق للخلق فاقتدى به أهل الخير والصدق صلى الله عليه وسلم وعلى آله وصحبه إلى يوم إحقاق الحق. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها المسلمون أوصيكم ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണ്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, വിശ്വാസികളായ നാം ഓരോരുത്തരും എല്ലാ വെള്ളിയാഴ്ച ദിവസത്തിലും നിർബന്ധ ബുദ്ധിയോടുകൂടി പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്ത് അൽ കഹഫ്. ആ സൂറത്തിലൂടെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ട 4 സുപ്രധാനമായ ചരിത്ര മുഹൂർത്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വമൻ അഹ്സന ഖൗലൻ, ആരാണ് ഏറ്റവും നല്ല ഉദാത്തമായ ശ്രേഷ്ഠമായ വാക്ക് പറയാനുള്ളത്? ആ വാക്ക് ഏതാണ്? വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, സർവലോക പരിപാലകനായ സംരക്ഷകനായ നിയന്ത്രകനായ അല്ലാഹുവിൽ സർവസ്വവും സമർപ്പിച്ചവനായ കറകളഞ്ഞ നിഷ്കളങ്കത ഉൾക്കൊള്ളുന്ന ഒരു മുസ്ലിമായി ജീവിക്കാൻ, അത് ഉറക്കെ പ്രഖ്യാപിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇന്നും സമകാലിക ലോകത്ത് പ്രസക്തമായി അലയൊലികൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് മുസ്ലിം അല്ല എന്ന് സ്ഥാപിക്കാനാണ് ആളുകൾ പരിശ്രമിക്കുന്നത്. മുസ്ലിമാണെന്ന് പറയാൻ ഒരു അപകർഷതാബോധം നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് വലിയൊരു പ്രയാസമാണ് പ്രിയപ്പെട്ടവരെ. അവിടെയാണ് യഥാർത്ഥ ആദർശം ഉൾക്കൊള്ളുക എന്നുള്ളതാണ് സൂറത്ത് അൽ കഹഫിൽ പഠിപ്പിക്കപ്പെട്ട 1-ാമത്തെ പരീക്ഷണം. ആ പരീക്ഷണം ആ നാട്ടിൽ ജീവിച്ചിരുന്ന ഏതാനും ചെറുപ്പക്കാരായ ആളുകൾ സ്വീകരിക്കുന്നു. ആ സ്വീകരണത്തിലൂടെ അവർക്ക് സ്വന്തം നാട്ടിൽ നിന്നും കുടുംബത്തിൽ നിന്നും ആ നാട് ഭരിച്ചിരുന്ന ഭരണാധികാരികളിൽ നിന്നും അവരുടെ പരിവാരങ്ങളിൽ നിന്നും അകറ്റി നിർത്തലുകളും പ്രയാസങ്ങളും അക്രമങ്ങളും നേരിടേണ്ട ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ കഹ്ഫിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള എല്ലാവിധ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും തരണം ചെയ്തുകൊണ്ട് അവർ സ്വീകരിച്ചിട്ടുള്ള ഉൾക്കൊണ്ടിട്ടുള്ള യഥാർത്ഥമായ ആ മുസ്ലിം എന്ന നാമത്തെ അന്വർത്ഥമാക്കാൻ കഴിയുന്ന പ്രവർത്തനവും ജീവിതവുമാണ് അവർ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ പ്രായോഗികമാണോ എന്നാണ് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള യഥാർത്ഥ മുസ്ലിം എന്ന വാക്കിനെ ജീവിതം കൊണ്ട് കർമ്മം കൊണ്ട് അന്വർത്ഥമാക്കി ആളുകൾ ജീവിച്ചു കാണിച്ചത്. അവരുടെ ജീവിതത്തിന് ഭീഷണിയുണ്ടായിരുന്നു. ആ ഭീഷണിക്കൊടുവിൽ
അവിടെ ജീവൻ തന്നെ ത്യാഗം ചെയ്യേണ്ടി വന്നു. മക്കയിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോ മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദപ്രകാരം മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഏതാനും ചില ആളുകൾ എത്യോപ്യയിലെ ക്രൈസ്തവ രാജാവായിരുന്ന നജാഷിയുടെ അടുക്കലേക്ക് അഭയം തേടി പോകുന്നുണ്ട്. ഈ വിവരം അറിഞ്ഞുകൊണ്ട് അബൂ സുഫിയാനും സംഘവും നജാഷിയുടെ കൊട്ടാരത്തിലേക്ക് വരികയാണ്. എന്നിട്ട് മുസ്ലിങ്ങളെ കുറിച്ച് ഇല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കുകയാണ്. അബൂ സുഫിയാൻ നജാഷിയോട് പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആദരിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ച്, ഈസാ നബിയെ കുറിച്ച് മുസ്ലിങ്ങൾ വല്ലാത്ത തെറ്റായ വാദങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന വാദഗതി ഉയർത്തി. അത് സത്യമാണോ എന്നറിയാൻ ആ നജാഷി രാജാവ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ തന്റെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെ വെച്ചുകൊണ്ട് നജാഷി ജഅഫർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ജീസസ് ക്രൈസ്റ്റിനെ കുറിച്ച് മുസ്ലിങ്ങളായ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നജാഷിയുടെ അഭയം കിട്ടാൻ വേണ്ടി, നജാഷിയുടെ പ്രശംസകൾ ലഭിക്കാൻ വേണ്ടി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് പറയാമായിരുന്നു, ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയാമായിരുന്നു. മറിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ ആരാണ്? സർവസ്വവും സർവലോക സിദ്ധാവായ അള്ളാഹുവിൽ സമർപ്പിച്ചവൻ എന്ന പേര് ലഭിച്ച മുസ്ലിം. ആ മുസ്ലിം എന്ന വാക്കിനെ അന്വർത്ഥമാക്കി ജീവിക്കുന്ന വ്യക്തിയാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഞാൻ നിൽക്കുന്നത് ക്രൈസ്തവനായ നജാഷി എന്ന രാജാവിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ രാജസദസ്സിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടുകൂടി മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ രാജസദസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അദ്ദേഹം പറയുന്നത്, കാന ഈസ അലൈഹിസ്സലാം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഹുവ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ അടിമയാണ്, വറസൂലുഹു, അല്ലാഹു പറഞ്ഞയച്ച ദൂതനായിരുന്നു, റസൂലാണ്, വറൂഹുഹു, റൂഹായി സൃഷ്ടിച്ച ഒരാളാണ് ഈസാ നബി അലൈഹിസ്സലാം, വകലിമതുഹു അൽഖാഹാ ഇലാ മറിയമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലിമത്തിനെ മറിയം അലൈഹിസ്സലാമയിലേക്ക് അവന്റെ വചനമായി ഇട്ടുകൊടുത്തതാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമയെ. എത്ര ധീരമായ വാക്കുകളാണ്! വിട്ടുവീഴ്ച ചെയ്തോ? ഇല്ല. അതാണ് ഒരു മുസ്ലിം എന്ന് പറയുന്നത്. ആ രൂപത്തിൽ മുസ്ലിമായി യഥാർത്ഥമായി ജീവിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ ജീവിച്ച, ജീവിതത്തിൽ മാതൃക ഉൾക്കൊണ്ട ഒരു വിഭാഗം, ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പരിശുദ്ധ ഖുർആൻ 18-ാം അധ്യായത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോ അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് സഹോദരങ്ങളെ. റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിഅ ലനാ മിൻ അംറിനാ റഷദ. എത്ര മനോഹര പ്രിയപ്പെട്ടവരെ! ജീവിതത്തിൽ വിശ്വാസിയായി ജീവിച്ചു എന്നതിന്റെ പേരിൽ ഭൗതികമായി അനുഭവിക്കേണ്ടി വരുന്ന എന്തൊക്കെ തിട്ടൂറങ്ങളുണ്ടോ അതിനെയെല്ലാം അതിജയിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ കൈകൾ ഉയർത്തി കരയുന്ന കണ്ണുകളോടെ, വേദനിക്കുന്ന ഹൃദയത്തോടെ ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ? അസ്ഹാബുൽ കഹ്ഫീങ്ങളായ, ഒറ്റപ്പെട്ടുപോയ, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആ ചെറുപ്പക്കാർ റബ്ബിനോട് പറഞ്ഞ പ്രാർത്ഥന എന്താ? ഞങ്ങളുടെ സൃഷ്ടാവേ, ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യങ്ങൾ, ദീനിയായ വിഷയങ്ങൾ നേരാവണ്ണം നിർവഹിക്കാൻ ഞങ്ങൾക്ക് നീ സൗകര്യമുണ്ടാക്കി തരികയും ചെയ്യണേ എന്ന് ആ ചെറുപ്പക്കാരായ ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത, തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ സംരക്ഷണം കൊണ്ട് പൊതിയുന്ന സാഹചര്യം പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അപ്പോ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഭീഷണികളും ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രഖ്യാപനം എന്തായിരിക്കണം? അതാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ചെറുപ്പക്കാരുടെ വാക്കുകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഫഖാലൂ, അവർ പറഞ്ഞു, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉഅ മിൻ ദൂനിഹി ഇലഹ. ഞങ്ങളുടെ രക്ഷിതാവ് ആകാശഭൂമികളുടെ രക്ഷിതാവാകുന്നു, അവന് പുറമെ യാതൊരു ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നേ ഇല്ല.
അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയങ്ങൾക്ക് കെട്ടുറപ്പിട്ട് കൊടുത്തു, ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുത്തു. എന്ത് ദുനിയാവിൽ സംഭവിച്ചാലും അതിനെ തരണം ചെയ്യാനും അത് ഏറ്റെടുക്കാനും അവർക്കൊരു സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നൽകി എന്നാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള നിലപാട്, ശക്തമായ നിലപാട് നമ്മൾ സ്വീകരിക്കണം. നമ്മളൊരു സോഷ്യലായിട്ടുള്ള ഒരു സമൂഹത്തിലല്ല ജീവിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചെറിയൊരു വിട്ടുവീഴ്ചകളും ഇളവുകളും ഒരു അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തുകൂടെ എന്ന് പലപ്പോഴും പറയാറുണ്ട്. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ രംഗത്ത്, അവന്റെ ദീനിയായ ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അത് നമ്മൾ സ്വീകരിക്കുന്ന വർഗീയതയല്ല, തീവ്രമായ നിലപാടല്ല, മറിച്ച് നമ്മുടെ ആദർശത്തിന്റെ, വിശ്വാസത്തിന്റെ, ജീവിതത്തിന്റെ നിലപാടാണ്. സഹോദരങ്ങളെ, സ്വതന്ത്ര ഇന്ത്യയുടെ ഒന്നാമത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിരുന്ന മഹാനായ മൗലാന അബുൽ കലാം ആസാദ്, അദ്ദേഹം 1940 ബീഹാറിലെ റാംഘട്ടിൽ വെച്ച് 53ാമത് കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുകയാണ്. അതിൽ വെച്ച് മൗലാന അബുൽ കലാം ആസാദിനെ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയാണ്. ആ പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹം ആമുഖമായി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുന്ന സംസാരം നമ്മളൊക്കെ ഒന്ന് അറിയണം. ഞാൻ ആരാണ്, മുസ്ലിമാണെന്ന് പറയാൻ നാണം സ്വീകരിക്കുന്ന മനുഷ്യരെ, അദ്ദേഹം ആ പ്രൗഢ ഗംഭീരമായ വിശിഷ്ടാതിഥികൾ ഉൾക്കൊള്ളുന്ന, ജനബാഹുല്യം നിറഞ്ഞു നിൽക്കുന്ന ആ വലിയ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മൗലാന അബുൽ കലാം ആസാദിന്റെ വാക്കുകൾ, ഞാൻ ഒരു മുസ്ലിമാണ്, ആ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, ഇസ്ലാമിന്റെ 13 നൂറ്റാണ്ടിന്റെ മഹത്തായ സംസ്കാരവും ചരിത്രവും എന്റെ പക്കലുണ്ട്, ആ സംസ്കാരത്തിന്റെ ഒരു അംശം പോലും കൈവിട്ട് കളയാൻ ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാൻ തയ്യാറല്ല. ഞാനൊരു മുസ്ലിമായി ജീവിക്കുന്നതിൽ അഭിമാനിക്കുന്നത് പോലെ തന്നെ ഒരു ഇന്ത്യക്കാരനായി ജീവിക്കുന്നതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ ഇന്ത്യൻ ദേശീയതയുടെ അവിഭാജ്യ ഘടകമായി അഭിമാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ്. അപ്പൊ നമ്മളൊരു മുസ്ലിം ആണെന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാൻ യാതൊരുവിധ മടിയും കാണിക്കാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ മുസ്ലിമായി പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഭൗതികമായ ഉൾമകൾ, ഷെറുകൾ, ഫിത്നകൾ, ഫസാദുകൾ നമ്മെ തേടി വരികയും ചെയ്യുന്നുണ്ട് എങ്കിൽ സർവലോക സൃഷ്ടാവായ അള്ളാഹുവിങ്കലേക്ക് അഭയം തേടിക്കോ. ആ റബ്ബ് നമ്മെ സഹായിക്കും. എങ്ങനെ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വാസ രേഖപ്പെടുത്തിയ അസ്ഹാബുൽ കഹ്ഫീങ്ങളായ ഏതാനും ചെറുപ്പക്കാരെ കുറെ ഏറെ വർഷങ്ങൾ ആ ഗുഹയിൽ വെച്ച് അള്ളാഹു അവരുടെ കാതുകൾ അടച്ചുകൊണ്ട് അവരെ ഉറക്കിക്കളഞ്ഞു എന്നാണ്. പുറത്ത് നടക്കുന്നൊന്നും കേൾക്കാൻ പാടില്ല. സൂര്യവർഷം 300 ചാന്ദ്രവർഷം 309. അങ്ങനെ 309 വർഷം, ആലോചിച്ച് 3 നൂറ്റാണ്ട് കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്നും ആ ചെറുപ്പക്കാരെ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ സംരക്ഷിച്ച് നിർത്തിയെങ്കിൽ ആ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കുകയില്ല എന്നാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ രക്ഷിതാവ് അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലത നൽകുകയും നിങ്ങളുടെ കാര്യത്തിൽ ആദർശ രംഗത്ത് അള്ളാഹു ഏറ്റവും എളുപ്പമായ സൗകര്യം ഉണ്ടാക്കി തരികയും ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുക. അള്ളാഹുവും റസൂലും എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടത്. അങ്ങനെ ജീവിക്കാൻ ഞാൻ നിങ്ങളും ഒരുക്കമാണോ എങ്കിൽ റഹ്മാനായ റബ്ബ് പറയാണ്, മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമയ്യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയൻ മുർഷിദ. അള്ളാഹു ആരെയാണോ സന്മാർഗത്തിലാക്കുന്നത് അവനാണ് സന്മാർഗം ലഭിച്ചവൻ. അള്ളാഹു ആരെയാണോ ദുർമാർഗത്തിലാക്കുന്നത് അവന് നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു രക്ഷാധികാരിയെയും നിനക്ക് കണ്ടെത്തുക സാധ്യമല്ല എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ അടിവരയിട്ടുകൊണ്ട് എന്നെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗത്തും
ആ മുസ്ലിം എന്ന ഐഡന്റിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കുക. അത് നമ്മുടെ വേഷവിധാനങ്ങളിൽ, നമ്മുടെ ജീവിത രീതികളിൽ, നമ്മുടെ പെരുമാറ്റ രംഗങ്ങളിലെല്ലാം ആ ഒരു മുസ്ലിം എന്ന ഐഡന്റിറ്റിയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അത് തരത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച്, ആളുകൾക്കനുസരിച്ച് കൊണ്ട് പ്രകടമാക്കേണ്ട ഒന്നല്ല മുസ്ലിം എന്ന വാക്ക്. അത് തിരിച്ചറിയാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം. ആ രൂപത്തിൽ ആ മുസ്ലിം എന്ന വാക്കിനെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട് അന്വർത്ഥമാക്കിക്കൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പരിശ്രമിക്കുന്ന വിശ്വാസികളിൽ, മുവഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബ് നമ്മെ ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫിലെ 4 പരീക്ഷണങ്ങളെ കുറിച്ച് പഠിപ്പിച്ച കൂട്ടത്തിൽ രണ്ടാമത്തെ പരീക്ഷണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദുന്യവയായ ജീവിതത്തിലുള്ള സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സാമ്പത്തികമായ പുരോഗതിയുമാണ്. അപ്പൊ നമ്മൾ ചോദിക്കും, ഇത് ദുനിയാവിൽ വേണ്ടേ? നമുക്ക് നല്ല രൂപത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ? വേണം. പക്ഷെ ചില ആളുകൾക്ക് ഈ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ലഭിക്കുമ്പോൾ അവർ അള്ളാഹുവിനെയും അള്ളാഹു ഒരുക്കാനിരിക്കുന്ന പരലോക ജീവിതത്തെയും നിഷേധിച്ച് തള്ളുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഒരു ഉദാഹരണമായി പഠിപ്പിക്കുകയാണ്. വദ്രിബ് ലഹും മസലൻ റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി. ആ 2 പേരിൽ ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല 2 തോട്ടങ്ങൾ നൽകുകയുണ്ടായി. മിൻ അഅനാബിൻ, മുന്തിരികളുടെ 2 തോട്ടങ്ങൾ നൽകി. വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ. ആ 2 മുന്തിരിത്തോട്ടങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ഈന്തപ്പനകളെയും സംവിധാനം ചെയ്തു കൊടുത്തു. മാത്രമല്ല അതിന്റെ ഇടയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായിട്ടുള്ള ധാന്യ കൃഷിയും മുളപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു. ഇനി ഇതെല്ലാം സമൃദ്ധമായി വളരണമെങ്കിൽ എന്തു വേണം? വെള്ളം വേണം. ആ വെള്ളവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തോട്ടത്തിൽ സംവിധാനമായി ഒരുക്കി കൊടുത്തു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വിധത്തിലുള്ള ഭൗതികമായ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ആ തോട്ടക്കാരന് അല്ലാഹു നൽകിയ സന്ദർഭത്തിൽ ആ മനുഷ്യൻ എന്താ ചെയ്തത്? അയാൾ പാവപ്പെട്ട രണ്ടാമത്തെ ആ മനുഷ്യൻ ഉണ്ടല്ലോ, അയാളോട് പറയാണ്, ഖാല മാ അളന്നു അൻ തബീദ ഹാദിഹി അബദ. ആ സമൃദ്ധമായി മുന്തിരിയും ഈന്തപ്പനയും മറ്റു കൃഷിവകകളും എല്ലാം വിളഞ്ഞു നിൽക്കുന്ന ആ തോട്ടത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചു. എന്നിട്ട് ആ തോട്ടത്തിൽ നിന്ന് അവൻ പറയുകയാണ്, ഒരിക്കലും ഇതൊന്നും എന്നിൽ നിന്ന് നശിച്ചു പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ നൽകപ്പെട്ട സൗഭാഗ്യവും അനുഗ്രഹവും സൗഖ്യവും ഒന്നും എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഹങ്കാരിയായി മാറുകയാണ്, ധിക്കാരിയായി മാറുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, ഇത്ര വരെ അവൻ പറഞ്ഞു, വമാ അദുന്നു സ്സാഅത ഖായിമ. ഖിയാമത്ത് നാള് സംഭവിക്കുമെന്നും ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എത്ര പെട്ടെന്നാണ് ദുനിയാവിൽ സൗഭാഗ്യം ലഭിക്കപ്പെട്ടപ്പോൾ, സൗഖ്യം നൽകപ്പെട്ടപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതവും ഒരു മനുഷ്യന്റെ സംസാരവും ധിക്കാരത്തിന്റെ ഭാഗത്തേക്ക് മാറിപ്പോകുന്നത് എന്ന് 18-ാം അധ്യായം സൂറത്ത് അൽ കഹ്ഫിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അയാൾ പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അല്ലാഹു നൽകിയിട്ടുള്ള പല സമൃദ്ധികൾ നാശത്തിലേക്ക് വഴിമാറി. മാത്രമല്ല, ആ തോട്ടങ്ങൾ മുഴുവനും അതിൽ പന്തലിച്ചിരിക്കുന്ന പന്തലോടുകൂടി കടപുഴകി വീണു. അവൻ നഷ്ടബോധത്തോടുകൂടി അവന്റെ കൈകൾ ഇങ്ങനെ മലർത്തിപ്പിടിച്ചു. എന്നിട്ട് അവൻ പറയാണ്, വയഖൂലു യാ ലൈതനി ലം ഉശ്രികു ബിറബ്ബി അഹദ. എന്റെ രക്ഷിതാവിനോട് ആരെയും ഞാൻ പങ്കു ചേർക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ വിലപിക്കുകയും ചെയ്തു എന്നാണ്. ദുന്യവിയായ സൗഭാഗ്യം, ഐശ്വര്യം പരീക്ഷണമാണ്. ആ പരീക്ഷണം ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, പരലോകത്തെ നിഷേധിക്കുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. ആ രൂപത്തിൽ എല്ലാ നിലക്കും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളെ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. ഇൻഷാ അല്ലാഹ് 2 രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൂടി സൂറത്ത് അൽ കഹ്ഫിൽ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്
അടുത്ത ആഴ്ച അള്ളാഹു ആയുസ്സും ആരോഗ്യവും നമുക്ക് പ്രദാനം ചെയ്യുകയാണെങ്കിൽ അതുകൂടി നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ കഹ്ഫിലൂടെ പഠിപ്പിച്ചിട്ടുള്ള 2 പരീക്ഷണം. ഒന്ന്, ആദർശ രംഗത്ത് പരീക്ഷണം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു മുസ്ലിം തൻ്റെ ഐഡന്റിറ്റി എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കേണ്ടത് എന്ന കൃത്യമായി തിരിച്ചറിവ്. 2, ദുനിയാവിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സൗഖ്യം നൽകുകയാണെങ്കിൽ, നല്ല രൂപത്തിലുള്ള സാമ്പത്തികമായ ശേഷി പ്രദാനം ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ നിലപാടുകളും ജീവിതവും ഏത് രൂപത്തിലായിരിക്കണം? അത് അള്ളാഹുവിനെ ധിക്കരിക്കുകയും പരലോകത്തെ നിഷേധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്ക് ദുനിയാവിൽ ലഭിക്കാനിരിക്കുന്ന വമ്പിച്ച ശിക്ഷ എന്താണ്, നാശം എന്താണ് എന്ന മുന്നറിയിപ്പും കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ രൂപത്തിൽ ആ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും അത്തരത്തിലുള്ള നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കാതെ എങ്ങനെയാണോ ഒരു മുസ്ലിം എന്ന വാക്കിനെ പരിശുദ്ധ ഇസ്ലാം നിർവചനം നടത്തിയത് അതുപോലെ ജീവിതം കൊണ്ട്, കർമ്മം കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, ഹൃദയത്തിന്റെ വിശുദ്ധി കൊണ്ട്, നമ്മുടെ ജനങ്ങളോടുള്ള പെരുമാറ്റവും സ്വഭാവവും സംസാരവും ഇടപെടൽ കൊണ്ട് ആ മുസ്ലിം എന്ന വാക്കിനെ അന്വർത്ഥമാക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ഏവർക്കും സാധ്യമാകേണ്ടതുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസികളിൽ, മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ റഹ്മാനായ റബ്ബ് നാം ഏവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നാളെക്കൂട്ട സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ട നരകത്തിലേക്ക് മാനയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ മുത്തഖീങ്ങളിൽ, മുവഹ്ഹിദീങ്ങളിൽ ഞങ്ങളെ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നേരത്തെ നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ, വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ റബ്ബേ. അവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് ഒട്ടനവധി ശാരീരിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും നീ ദൂരീകരിക്കണേ റബ്ബേ. അവരുടെ രോഗങ്ങൾക്ക് നീ പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവരുടെ എല്ലാവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും മാനസികമായ സംഘർഷങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റബ്ബേ. നിന്റെ ഔദാര്യത്തിൽ നിന്നും നീ അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബുദ് ദഅവാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.